മുഷാവറ ബഹാവുദ്ദീൻ നദ്വിയുടെ വിവാദ പരാമർശത്തിൽ സമസ്തയിൽ ഭിന്നത. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗം നദ്വിക്ക് പ്രതിരോധം തീർക്കുമ്പോൾ ലീഗ് വിരുദ്ധ വിഭാഗം നദ്വിയുടെ നിലപാടുകളെ തള്ളിക്കളയുകയാണ്. അതേസമയം CPM-നെതിരെ പ്രതിഷേധ സംഗമം നടത്താനാണ് സുന്നി മഹൽ ഫെഡറേഷന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം മടവൂരിലുണ്ടായ പ്രതിഷേധത്തിൽ നദ്വിയെ പരന്നാറി എന്നായിരുന്നു CPM നേതാവ് അധിക്ഷേപിച്ചത്. സമസ്ത ഞങ്ങളെ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ചെയ്യണ ഏതെങ്കിലും പണികളുണ്ടല്ലോ, MLA-മാരും പിന്നെ MP-മാരും മാത്രമല്ല, ആര് ചെയ്യണ ഇതുപോലുള്ള സ്വകാര്യമാവുന്ന അവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിചയമൊന്നും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ നേതാക്കളെ ലക്ഷ്യമിട്ട് SMF പരിപാടിയിൽ ബഹാവുദ്ദീൻ നദ്വി നടത്തിയ വൈഫ് ഇൻചാർജ് വിവാദ പരാമർശം ഇന്നലെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ തള്ളിയിരുന്നു. പക്വതയോടെയുള്ള പ്രതികരണമായിരുന്നു ജിഫ്രി തങ്ങളുടേതെങ്കിൽ ഉമർ ഫൈസി മുക്കം അല്പം വിമർശന സ്വഭാവത്തോടെയാണ് പ്രതികരണം നടത്തിയത്. സമസ്ത മുഷാവറാംഗം എന്നത് ഉത്തരവാദിത്തപ്പെട്ട പദവിയാണെന്നും നദ്വിക്ക് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടെന്നുമാണ് ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചത്. സമസ്തക്ക് അങ്ങനെ നിലപാടില്ലല്ലോ. കണ്ടവരൊക്കെ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും MLA-മാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ലതില്ലേ, എല്ലാവരും ഒന്നിച്ചാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ശൈശ വിഭാഗത്തിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും എന്നുള്ള ആൾക്കായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ എങ്കിലും അങ്ങനെയല്ലത് പറയേണ്ട ശൈലി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ്. ഇന്നലെ നടന്ന കേന്ദ്ര മുഷാവറ യോഗത്തിൽ നദ്വിയുടെ വിവാദ പരാമർശം ചർച്ച ചെയ്തില്ല എന്ന് ജിഫ്രി തങ്ങൾ പറയുമ്പോഴും വിവാദങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് സുന്നി മഹൽ ഫെഡറേഷൻ നദ്വിക്ക് പ്രതിരോധം തീർക്കാൻ രംഗത്തിറങ്ങുന്നത്. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ള സുന്നി മഹൽ ഫെഡറേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയാണ് ബഹാവുദ്ദീൻ നദ്വി. ഇന്ന് മടവൂരിൽ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കും. നദ്വിക്ക് പിന്തുണ നൽകാനും പ്രതിരോധം തീർക്കാനുമാണ് സമസ്തയിലെ ലീഗ് പക്ഷത്തിന്റെ തീരുമാനം. MLA-മാരും MP-മാരും ഇൻചാർജ് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നുവെന്ന നദ്വിയുടെ പരാമർശത്തിന് രാഷ്ട്രീയ മറുപടി കൂടിയാണ് CPM നൽകിയത്. തുടർച്ചയായ രണ്ടാം തവണയാണ് നദ്വിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വരുന്നത്. കുടിവെള്ളം മലിനമാക്കുന്നു എന്നാരോപിച്ച് നദ്വി വൈസ് ചെയർമാനായ ചെമ്മാട് ദാറുൽ ഹുദയിലേക്ക് പ്രതിഷേധം നടത്തിയപ്പോഴും CPM നദ്വിയെ വെറുതെ വിട്ടില്ല. നദ്വി മുസ്ലിം ലീഗിന്റെ കോളാമ്പിയായി പ്രവർത്തിക്കുന്ന ആളാണ്, ചുവന്ന കൊടി കണ്ടാൽ ഹാലിളകുന്ന ആളാണ് എന്നുമായിരുന്നു അന്നത്തെ പരിഹാസം. അന്നത്തെ CPM പ്രതിഷേധത്തിനെതിരെ കാര്യമായ വിമർശനം സമസ്തയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാവാതെ പോയെങ്കിലും നദ്വിക്ക് വേണ്ടി അന്ന് പ്രതിരോധം തീർത്തത് മുസ്ലിം ലീഗായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം സമസ്തയിലെ ലീഗ് അനുകൂലികളും CPM നേരിട്ടേറ്റുമുട്ടുമ്പോൾ സമസ്ത നേതൃത്വം ഭാവിയിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും നിർണായകമാണ്. അനിൽ കാസൈദ്, ന്യൂസ് മലയാളം, കോഴിക്കോട്.